ജനറൽ ബോഡി യോഗത്തിൽ വൻ തർക്കവും നാടകീയ രംഗങ്ങളും അരങ്ങേറി. വാർഷിക റിപ്പോർട്ടിലെ കണക്കുകളിൽ പിഴവുണ്ടെന്ന് രഞ്ജി പണിക്കർ ചൂണ്ടിക്കാട്ടിയതോടെ സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു എന്നിവർ റിപ്പോർട്ട് പാസാക്കുന്നതിനെ ശക്തമായി എതിർത്തു. യോഗത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും പരാതിപ്പെട്ടപ്പോൾ ടിനി ടോം നിസ്സാരവൽക്കരിച്ചുവെന്നും നടി അൻസിബ സ്റ്റേജിൽ ആഞ്ഞടിച്ചു. ഉണ്ണി ശിവപാൽ തന്നെ മതവർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചതായും അൻസിബ ആരോപിച്ചു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, ഏറ്റവും ഒടുവിൽ താരസംഘടന അക്ഷരാർത്ഥത്തിൽ അടിച്ചു പിരിഞ്ഞു എന്ന് പറയാം. ആരൊക്കെ ഏതൊക്കെ തട്ടുകളിലാണ്? മോഹൻലാൽ എന്ന പ്രധാനി പങ്കെടുത്തിരുന്നു, ഗണേഷ് കുമാർ എന്ന ആദ്യകാല അമ്മ അംഗം പങ്കെടുത്തിരുന്നു. ഇവരൊക്കെ, ഇത്തരം സീനിയേഴ്സൊക്കെ എന്താണ് നിലപാട് സ്വീകരിച്ചത്? രഞ്ജിത്ത് പറഞ്ഞത് തന്നെയാണ്. എന്തായാലും അമ്മ വീണ്ടും അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു വലിയ തർക്കമുണ്ടാവുകയും വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. അന്ന് സ്ത്രീകൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നായിരുന്നു പൊതുസമൂഹവും അല്ലെങ്കിൽ സംഘടനയിലെ ഒരു വിഭാഗം അംഗങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ പ്രതീക്ഷയും വീണ്ടും മാറിയിരിക്കുകയാണ്. ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ രാജിവെച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ ഉയർത്തുന്നത്. പക്ഷേ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പറയുന്നത് ഇതെല്ലാം കരുതിക്കൂട്ടിയുള്ള നീക്കമാണ്. ചില ഒരു കൂട്ടം കുറ്റാരോപിതർ സംഘടനയെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ, അല്ലെങ്കിൽ അവരാണ് ഈ പിന്നിലെന്നാണ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ രാജിവെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശ്വേതാ മേനോൻ പ്രാഥമിക അംഗത്വം കൂടി രാജിവെച്ചിരിക്കുകയാണ് രഞ്ജിത്ത്. അതോടൊപ്പം തന്നെ ഈ അഡ്ഹോക് കമ്മിറ്റിയെ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത 4 മാസം ഇവരായിരിക്കും നയിക്കുക. എന്തായാലും പാലക്കാടിനൊപ്പം അമ്മയെയും നയിക്കാൻ എത്തിയിരിക്കുകയാണ് രമേശ് പിഷാരടിയാണ് കൺവീനർ. KB ഗണേഷ് കുമാർ മുൻ MLA ആണ്. നമുക്കറിയാം, നേരത്തെ അമ്മയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരാളായി നിന്ന വ്യക്തിയായിരുന്നു. അന്ന് ദിലീപിനെതിരെ വാദിക്കുന്നതിലൊക്കെ മുൻപന്തിയിൽ നിന്നൊരു വ്യക്തിയായിരുന്നു ഗണേഷ് കുമാർ. അതോടൊപ്പം തന്നെ സുരേഷ് കൃഷ്ണ, സാദിഖ്, റോണി, ആശ അരവിന്ദ്, ഷാജോൺ കൃഷ്ണപ്രഭ, ദേവി ചന്ദന, ഇത്ര പേരാണ് ഇതിന്റെ അഡ്ഹോക് കമ്മിറ്റിയിലുള്ളത്. ഇവരായിരിക്കും ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അടുത്ത 4 മാസം. അതും ഈ സംഘടനയിലെ തന്നെ ഈ വരവ് ചെലവ് കണക്കുകളൊക്കെ കാട്ടുന്നതിലൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഇനി കണക്കാക്കുന്നതും അത്തരത്തിലുള്ള വീഴ്ചകൾ എന്നാണ് കണക്കിലുള്ള പിശക്, ഇതെല്ലാം നോക്കുന്നതുമൊക്കെ ഈ അഡ്ഹോക് കമ്മിറ്റി ആയിരിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, സംഘടന നടത്തുന്ന ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുണ്ട്. ഈ ആളുകൾക്ക് പെൻഷൻ നൽകുന്ന, ഈ വയ്യാത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കുള്ള പെൻഷൻ നൽകുക, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ്, ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് വേണ്ടി സംഘടന കൃത്യമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയെ തീരുമാനിച്ചിരിക്കുന്നത്. ഇവര് ഇനി അതൊക്കെ ആയിരിക്കും നോക്കുന്നത്. ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രഞ്ജിത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, മോഹൻലാൽ അടക്കമുള്ളവരുണ്ടായിരുന്നു. പക്ഷെ മോഹൻലാൽ എടുത്തിരിക്കുന്ന നിലപാട് എന്താണോ ഈ ജനറൽ ബോഡി തീരുമാനിക്കുന്നത്, ആ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ മോഹൻലാലും പറഞ്ഞിരിക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതും. സംഘടനയെ ആരും തകർക്കാൻ നോക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം രഞ്ജി പണിക്കർ എങ്ങനെയാണ് ഈ ഒരു ജനറൽ ബോർഡ്, ഈ വാർഷിക ഈ കണക്കിനെ അതെങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കുക രഞ്ജി പണിക്കർ ചോദിച്ചു. അതോടൊപ്പം തന്നെ ഇടവേള ബാബു, ബാബുരാജ്, സിദ്ദിഖ്, ഇവർ 3 പേരും ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഒറ്റക്കെട്ടായി പറയുകയും അവർക്ക് വലിയ പിന്തുണ ഉണ്ടാവുകയും ചെയ്തു. ഒപ്പം ബാബുരാജ് പറഞ്ഞ, പോലീസ് പോലും കഴമ്പില്ല എന്ന് പറയുന്ന ഈ ഒരു പരാതിയിൽ പക്ഷേ ബാബുരാജ് പറഞ്ഞതെന്ന് വെച്ചാൽ അൻസിബയ്ക്കൊപ്പമായിരുന്നു സംഘടനയിലെ ഭൂരിഭാഗം അംഗങ്ങളും. ഒരു സ്ത്രീ എന്ന നിലയിൽ പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഈ വിഷയങ്ങളെല്ലാം കേൾക്കേണ്ടതായിരുന്നു. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും ശ്വേതാ മേനോന് കഴിഞ്ഞില്ല എന്നൊരു നിലപാടാണ് ബാബുരാജ് ഉന്നയിച്ചത്. എന്തായാലും ഇപ്പോൾ നിലവിലെ സംഘടനയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ രാജിവെച്ചിരിക്കുകയാണ്. ഇനി അഡ്ഹോക് കമ്മിറ്റി ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. ഒപ്പം ഈ വരവ് ചെലവ് കണക്കുകൾ, ഉണ്ണി ശിവപാലാണ് ട്രഷറർക്കടക്കം വലിയ വീഴ്ച സംഭവിച്ചു എന്നുകൂടിയാണ് ഇന്നത്തെ യോഗം വിലയിരുത്തിയത്. രഞ്ജിത്ത്, നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.